ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല, നല്ല രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പണി ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റും നോക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മളിതൊന്ന് എല്ലാം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചെടുക്കുന്നത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് നോക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് തിക്കാക്കി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ അത്ര അരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ തന്നെ എത്രത്തോളം ക്യാരറ്റ് ഉണ്ടോ അത് ഓരോ ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ച് കഴിഞ്ഞാൽ ഇതേ ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവുക, അല്ലാതെ ഒരുപാട് ജ്യൂസ് പോലെ ആവരുത്. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ജ്യൂസ് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലോറൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടും, കുറേ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഞാനൊരു 3 തവി മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് ഈ കോൺഫ്ലോർ ഒന്നും മതിയാവില്ല ഇത് തിക്കാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ജ്യൂസിനകത്തോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ ചെയ്യാൻ. കുറച്ച് സമയം എടുക്കുമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണീൻ്റെ ഇടയിലൊക്കെ ഇത് അവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സംഭവം കുറച്ച് സമയം എടുക്കും, എന്നാലും നമ്മൾ എന്തെങ്കിലും പണീൻ്റെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അവിടെ നിന്ന് ആയിക്കോളും. അല്ലാതെ ഫുൾ ടൈം നിന്ന് ഇളക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം. അത്യാവശ്യം മധുരം ഉണ്ടാവും 1/4 കപ്പ് ആകുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇത് ഈ ഒരു പരുവത്തിലോട്ട് മാറും, അത്യാവശ്യം തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നിറയെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 4-5 ഏലക്ക കുത്തിയിട്ടാലും മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇനി ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ പൊട്ടി തുടങ്ങും. ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട, കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബൈറ്റിലും അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ജ്യൂസ് ഉണ്ടല്ലോ, അത് നല്ല കുറുകിയിട്ട് ഒരു 1/4 ഭാഗമായി മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3-4 സ്പൂൺ നെയ്യ് വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റാക്കിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യമേ നെയ്യ് ചേർത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ മൊത്തത്തിൽ ലാസ്റ്റ് 3 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് ഇത് തിക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ പാനിൽ നിന്ന് നല്ലോണം വിട്ട് വരുന്നുണ്ട്.
മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. നല്ലൊരു മണമാണ് ഈ ക്യാരറ്റ് ഇങ്ങനെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഞാനിതൊരു ട്രേക്കകത്താണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് നെയ്യ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തമായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ നട്ട്സ് വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ആ ഒരു ഹൽവേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കട്ടിയായി പോവും. സെറ്റായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം മേൽഭാഗമൊക്കെ. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി, അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ നട്ട്സ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് അതിൽ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇനി നമുക്കിത് ഒരു 1-2 മണിക്കൂർ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുത്തൊരു പ്ലേറ്റിലേക്കിട്ട് തട്ടി കൊടുക്കാം. സൈഡൊക്കെ ഫുൾ ഇളകി വന്നിട്ടുണ്ടാവും ചൂടാറുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് തട്ടി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് അത് ഇളകി വന്നോളും. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു കിഡിലൻ ഹൽവയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്തിട്ടും ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ല, അപ്പോൾ ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.